ഹലോ. അപ്പോൾ ഇന്ന് ഞാനുണ്ടല്ലോ റേഷൻ അരി വെച്ചിട്ട് നല്ലൊരു വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനിതാ ഞാൻ അരി ഒന്ന് നല്ല വൃത്തിക്ക് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിക്കുക എന്ന് വെച്ചാൽ നമ്മൾ എത്രയാണോ അരി എടുക്കുന്നത് ആ അരിയെ കുറച്ച് പൊങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം വേണം. നമ്മളിപ്പോൾ ഒരു വിരലിലിട്ട് നോക്കിയാൽ നമ്മൾ വിരലിൻ്റെ മുകളിൽ ഏകദേശം ഇതാ ഞാനിപ്പോൾ ഈ കാണിക്കുന്ന പോലെ ഇങ്ങനെ വെള്ളം പൊങ്ങി നിൽക്കണം. അതാണ് അതിൻ്റെ ഒരു കണക്ക്. അപ്പം അതിലേക്ക് ഇതാ നമ്മളെ മസാലയിലേക്ക് വേണ്ട ചേരുവകളാണ് ഉള്ളി, തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മല്ലിയില, പിന്നെ വെജിറ്റബിൾസ്. പിന്നെ അതിലേക്ക് ഒരു അരമുറി നാരങ്ങ നീരും ഞാൻ എടുത്തിട്ടുണ്ട്. ഇനിയുണ്ടല്ലോ ഞാൻ ആദ്യം തന്നെ റൈസാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഇതാ ഞാൻ ഗ്യാസ് ഓണാക്കി കുക്കർ അടുപ്പത്ത് വെച്ചു. ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ഒരു അരമുറി സവാള ഇടുന്നുണ്ട്. ഇനി അത് നന്നായിട്ട് മൊരിയണം. എന്ന് വെച്ചാൽ നല്ല ബ്രൗൺ കളർ ആവണ്ട, എന്നാലൊന്ന് കുറച്ചൊന്ന് നല്ലൊരു സ്മെല്ല് വരും വെളിച്ചെണ്ണേൻ്റെയും ആ ഉള്ളീൻ്റെയും. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വഴറ്റുക. എന്നിട്ട് അതിലേക്ക് അരി, നമ്മൾ നേരത്തെ വെള്ളത്തോടെ എടുത്ത് വെച്ച അരി ഉണ്ടല്ലോ, പച്ചരി, അതിലേക്ക് ഇടണം. അപ്പോൾ ഈ സമയത്ത് ഞാൻ സ്പൈസസ് ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. ഏലക്കായ്, പട്ട, ഗ്രാമ്പു, സാധാരണ നമ്മൾ ബിരിയാണി വെക്കുമ്പോൾ അതൊക്കെ ഇടുമല്ലോ. ഇതിൽ അതൊന്നുമില്ല, വെറും ഉള്ളി മാത്രമാണ് വഴറ്റുന്നത്. അപ്പോൾ ഇത് ഞാൻ അതിലേക്ക് അരി ഇടുന്നുണ്ട്. ഇനി അതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടണം. വേറെ ഒന്നും ഇതിൽ ചേർക്കണ്ട. സാധാരണ നമ്മൾ നെയ്യിലാണല്ലോ അരി വേവിക്കുക നമ്മളെ ബിരിയാണിയെല്ലാം വെക്കുമ്പം. പക്ഷേങ്കിൽ ഈ പച്ചരിക്ക് എന്ന് വെച്ചാൽ വെളിച്ചെണ്ണയും ഉള്ളിയും മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ. അതാണ് അതിൻ്റെ ഒരു നല്ല ഫ്ലേവർ ഉണ്ടാവുക. മറ്റേ ഏലക്കായെല്ലാം ഇടുമ്പോൾ നമ്മളെ പച്ചരീൻ്റെ ആ ഒരു ടേസ്റ്റേ മാറിപ്പോവും. അപ്പം ഞാനിങ്ങനെയാണ് ചെയ്യൽ. അപ്പോൾ ഇതന്നെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉള്ളി ഇങ്ങനെ വാട്ടിയിട്ട്, അപ്പോൾ ഇതിലേക്ക് ഞാൻ ഉപ്പിട്ടു, ആവശ്യത്തിന് ഉപ്പിട്ടു. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 2 വിസിൽ മതി. എൻ്റെ കുക്കറിന് 2 വിസിൽ മതി. അപ്പോൾ ഓരോ നാളും ഓരോ കുക്കറായിരിക്കുമല്ലോ. അപ്പോൾ അതൊന്ന് നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക. ഇനി ഇപ്പുറത്ത് ഞാൻ പാത്രം വെച്ചിട്ടുണ്ട് നമ്മുടെ മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. ഞാൻ അതിലേക്ക് വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിക്കുന്നത്. പിന്നെ അതിൽ മസാലക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സൺഫ്ലവർ ഓയിൽ എന്തെങ്കിലും ഒഴിക്കാം കേട്ടോ. ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഉള്ളി ഇട്ടിട്ട് സാധാരണ നമ്മൾ മസാലയ്ക്ക് ഉള്ളി വഴറ്റുന്ന പോലെ വഴറ്റുക. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇത് നമുക്കൊന്ന് വാടി വരുന്നത് വരെ നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കണം. അപ്പം കുറച്ചൊന്ന് ഉള്ളി വഴഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പുറം നമ്മുടെ ഒരു വിസിൽ അടിഞ്ഞിട്ടുണ്ട് റൈസിൻ്റെ. അപ്പോൾ നമ്മൾ ഉള്ളി വഴഞ്ഞ് വന്നതിലേക്ക് പിന്നെ ഇത് എന്താ പറയുക, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് ചേർക്കുക. അതിന് ശേഷം തക്കാളി ഇടുക. പിന്നെ എല്ലാം മസാലകളെല്ലാം നമ്മൾ ഇടുന്ന പോലെ തന്നെ ആ ഒരു സ്റ്റെപ്പ് അങ്ങ് ഫോളോ ചെയ്യുക. പിന്നെ അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള കുറച്ചൊന്ന് തക്കാളിയിട്ട് വഴറ്റിയതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക. വേറെ ഒന്നും പൊടികൾ ചേർക്കുന്നില്ല കേട്ടോ, മഞ്ഞൾപ്പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നെ ലാസ്റ്റ് ബിരിയാണി മസാല ചേർക്കുന്നത്. മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒന്നും ഇതിന് വേണ്ട. ഇനി ഇതിലേക്ക് വെജിറ്റബിൾസാണ് ഇടുന്നത്. ക്യാരറ്റ്, ബീൻസ്, പൊട്ടറ്റോ, പിന്നെ നമുക്ക് വേണമെങ്കിൽ ഗ്രീൻ പീസ് ഇടാം. പിന്നെ സോയ ചങ്ക്സ് ഇല്ലേ, അത് നമുക്ക് ഫ്രൈ ചെയ്തിട്ട് ഇടാം കേട്ടോ. അപ്പം ഞാനിപ്പോൾ അധികം കൂടുതൽ വെജിറ്റബിൾസ് ഒന്നും ഇടുന്നില്ല. ഞാൻ എൻ്റെ അടുത്ത് ഉണ്ടായ കുറച്ച് വെജിറ്റബിൾസ് മാത്രമേ കട്ട് ചെയ്തിട്ട് ഇട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് കുറച്ചൊന്ന് വെള്ളം ഇങ്ങനെ മുകളിലേക്ക് ഉടഞ്ഞു കൊടുക്കുക. അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഈ മസാലയിൽ ഉള്ളിയെല്ലാം കുറച്ചേലും ഇട്ടിട്ടു, അപ്പോൾ അതിൽ നിന്ന് വെള്ളം കുറച്ചേ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ചിലപ്പോൾ അടിക്ക് പിടിക്കണ്ടെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ അതൊന്നും അങ്ങനെ കുടഞ്ഞു കൊടുത്തിട്ട് നമ്മൾ സിമ്മിലിട്ടിട്ടാകുമ്പോൾ അടച്ച് വെച്ച് വേവിച്ചാൽ അടിക്കൊന്നും പിടിക്കില്ല. അപ്പോൾ നന്നായി വെന്തോളും. അപ്പോൾ നമ്മുടെ മസാല ഏകദേശം ഒന്ന് വെന്തിട്ടുണ്ട്. മെല്ലെ നമുക്കിങ്ങനെ നമ്മുടെ സ്പൂൺ കൊണ്ടൊന്ന് അമർത്തി നോക്കിയാൽ മനസ്സിലാവും വെന്തോ ഇല്ലയോ എന്ന്. അപ്പോൾ സിമ്മിൽ തന്നെ ഇട്ടൊരു 10 മിനിറ്റ് എല്ലാം ആകുമ്പോഴേക്ക് നന്നായി വെന്തോളും. അപ്പോൾ എൻ്റെ വെജിറ്റബിൾസ് എല്ലാം ഇവിടെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബിരിയാണി മസാല ഇടാം. ഞാനൊരു 1/2 സ്പൂണ് ബിരിയാണി മസാലയാണ് ഇടുന്നത്. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച നാരങ്ങ നീരുണ്ടല്ലോ, അതും അതിലേക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് ഇടുന്നതാണ് മല്ലിയില. ആവശ്യത്തിന് മല്ലിയില നമുക്കിടാം. അപ്പം നമ്മുടെ എല്ലാ മസാലകളും എല്ലാം ചേർത്ത് കഴിഞ്ഞു. ഇനി ഇത് നന്നായി ഇളക്കിയതിന് ശേഷം ഒരു 2-3 മിനിറ്റ് നമുക്ക്
അടച്ച് വെച്ചിട്ട് വേവിക്കണം. ആ മസാലയിലൊന്ന് അതിന് പിടിക്കാൻ വേണ്ടിയിട്ട്. ആ പുളിയും നാരങ്ങേൻ്റെ പുളിയും എല്ലാം അതിലൊന്ന് ഇറങ്ങിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതങ്ങനെ അവിടെ ആകുമ്പോഴേക്ക് നമ്മുടെ അരി ഇതാ ഇപ്പുറം 2 വിസിലായിട്ടുണ്ട്. ഇനി അതൊന്ന് തുറന്ന് നോക്കാം. നല്ല മണം വരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഈ സമയത്ത്. അപ്പോൾ ഇതാ ഓരോ അരിയും ഇങ്ങനെ നല്ല നമ്മുടെ എന്താ പറയുക ബിരിയാണി അരിയില്ലേ, അതിങ്ങനെ വിട്ട് വരുന്ന പോലെ തന്നെ വന്നിട്ടുണ്ട്. കണക്കായി വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതാ നല്ല ഉലർന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇപ്പുറം ഇതാ മസാല ഏകദേശം എന്നല്ല, മസാല റെഡി ആയിട്ടുണ്ട്. ഒന്ന് ഇളക്കി നോക്കുക. എന്താ അടിക്കൊന്നും പിടിച്ചിട്ടില്ല. ഇനി എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ തീ ഞാൻ സിമ്മിലാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. ഇനി ഉണ്ടല്ലോ നമ്മുടെ പച്ചരി ഉണ്ടല്ലോ വേവിച്ച് വെച്ചേ, അത് നമുക്ക് ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്നെല്ലാം തട്ടി സൈഡൊക്കെ ഒന്ന് ലെവലാക്കിയതിന് ശേഷം നമ്മൾ സാധാരണ ദം ചെയ്യുന്ന പോലെ ചെയ്യുക. പിന്നെ ഈ ബിരിയാണീൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അധികം ചിലവൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ കുറച്ച് ഒരു വെളിച്ചെണ്ണയിൽ ഒരു കഷ്ണം ഉള്ളി ഇട്ടിട്ട് നമ്മൾ പച്ചരി വേവിക്കുന്നത്. പിന്നെയെന്ന് വെച്ചാൽ നെയ്യ് ഉപയോഗിക്കുന്നേ ഇല്ല. നെയ്യ് ലാസ്റ്റ് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊന്നുമില്ല, അതൊന്നും ഫ്രൈ ചെയ്യുന്നൊന്നുമില്ല. ജസ്റ്റ് ആ മസാലയിലേക്ക് റൈസ് ഇടുന്നേ ഉള്ളൂ. എന്ന് വെച്ച് ഇതിന് ടേസ്റ്റ് ഒട്ടും പിറകിലല്ല കേട്ടോ. ടേസ്റ്റ് നമ്മളെ ബിരിയാണിയുടെ അതേ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇത് കാണുമ്പം തന്നെ മനസ്സിലാകുന്നില്ലേ, വെജിറ്റബിൾ ബിരിയാണി നമ്മൾ സാധാ മറ്റേ ബിരിയാണി റൈസ് കൊണ്ട് ഉണ്ടാക്കുന്ന അതേപോലെ തന്നെ ഇല്ലേ കണ്ടാൽ. അപ്പോൾ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പച്ചരി വെച്ചിട്ട് നമുക്ക് അടിപൊളി സൂപ്പർ ബിരിയാണി, വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ കുട്ടികൾക്കെല്ലാം ഇത് സ്കൂളിൽ കൊണ്ടുപോകാൻ സിമ്പിളാണ്. നമ്മളൊന്ന് നേരം വൈകി എണീറ്റാലൊക്കെ ഇങ്ങനെയെല്ലാം ആക്കിയിട്ട് കൊടുത്താൽ കുട്ടികൾ നല്ല സൂപ്പറായിട്ട് കഴിച്ചോളും. കുട്ടികൾ മാത്രമല്ല മുതിർന്നവരും കഴിച്ചോളും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്.